കുഞ്ഞു മുഹമ്മദ് ഫാമിലിയുടെ ഒന്നാം വർഷത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ പോകുന്ന ഇത്താമാരും ഇക്കാമാരും പോകുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും മലേഷ്യയോ ഇന്തോനേഷ്യയോ തിരുവല്ലയിലൂടെ ഇവർ നടക്കുകയാണെന്ന്. ഇവർ കുട്ടികൾക്ക് കൊടുക്കാനുള്ള എന്തോ ഒന്ന് പരതുകയാണ്. ബിസ്ക്കറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇത്ത. ഇത് വേണ്ട എന്ന് തൊപ്പി വെച്ച് ഇക്ക മേലോട്ട് നോക്കി ദൈവത്തോട് എന്തോ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു നടക്കുമോ എൻ്റെ പൊന്നു ദൈവമേ എന്നായിരിക്കും അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇവർ എന്താണ് പറഞ്ഞതെന്ന് തൊപ്പി വെച്ചിക്കാക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇവരുടെ ഗൈഡാണെന്ന് തോന്നുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. ഇവരുടെ കണ്ണ് ബിസ്ക്കറ്റിലോ കോളയിലോ ആണ്. ഇദ്ദേഹം പറയുന്നുണ്ട് ചെറിയ ബിസ്ക്കറ്റ് മതിയെന്ന്. അതുപോലെ വലുത് തന്നെ വേണമെന്ന് ഇത്താമാരും മിക്കാമാരും പറയുന്നുണ്ട്. ആംഗ്യഭാഷയാണോ ഈ കാണിക്കുകയെന്നും നമുക്കറിയില്ല. ഈ കടയിലെ ഗൈഡ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇവർ തേരാപ്പാരം നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ആരെയോ പുറത്തേക്ക് പോയി തിരയുകയാണ്. ഇവിടെ ഗൈഡാണെന്ന് തോന്നുന്നു. കൂട്ടം തെറ്റി പുറത്തേക്ക് പോയിട്ടുണ്ട്. വീണ്ടും മിക്കായും മിത്തായും തിരച്ചു തുടരുന്നു. കടയിലെ ഗൈഡ് പറയുന്നുണ്ട് അല്പം ഓഫറുള്ള ബിസ്ക്കറ്റുകളും അപ്പുറത്തുണ്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ലഭിച്ചിട്ടുണ്ടെന്ന്. ഇദ്ദേഹം സ്നിക്കേഴ്സ് കണ്ട് നിർവൃതി അടയുകയാണ്. അത് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ത കയ്യിലിടുന്ന ചോക്കോ സ്റ്റിക്കും മാറ്റിക്കളഞ്ഞു. ഇവരുടെ കൂട്ടത്തിൽ ആരോ കാണുന്നില്ല എന്നുള്ള പരസ്യമാണെന്ന് തോന്നുന്നു ഇദ്ദേഹം കൊടുക്കുന്നത്. ഇവർ വന്നപ്പോൾ 5 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 4 പേരെയും മാത്രം കാണുന്നുള്ളൂ. കൂടുതലുള്ള ആളെ തരുകയാണ്. ഒടുവിൽ തൊപ്പി വെച്ചിക്കാനെ കണ്ടുകിട്ടിരിക്കുകയാണ്. ഇവർ പ്രയാണം തുടരുകയാണ്. ആദ്യം കയറിയ കടയിലെ പർച്ചേസിങ് മതിയാവിഞ്ഞിട്ട് ഇവർ മറ്റൊരു പെട്ടിക്കടയിലേക്ക് കയറിയിരിക്കുകയാണ്. പെട്ടിക്കടയിൽ ഗൂഗിൾ പേ എല്ലാം കാണുന്നുണ്ട്. ഇവരവിടെ നിന്ന് 5 നാരങ്ങ വാങ്ങിച്ചിരിക്കുകയാണ്. സ്പൂൺ റൈസ് നടത്തുന്ന നാരങ്ങയാണെന്ന് തോന്നുന്നു ഇവർ വാങ്ങിച്ചിരിക്കുന്നത്. അതിനുശേഷം 5 അംഗ സംഘം വീണ്ടും പുറപ്പെടുകയാണ് മറ്റേതോ കടയിലേക്ക്. എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നറിയില്ല. ഇവരുടെ ഗൈഡ് എന്തോ നിർദ്ദേശം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോഷോപ്പ് കടയിലേക്ക് കയറി അവിടെ ഒന്ന് കുളമാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തോ ചർച്ചയിലാണ് 4 അംഗ സംഘം. 5-ാമന് വീണ്ടും എവിടെയും വിസാരിക്കുകയാണ്. എന്തോ പരതുകയാണ് മൊബൈലിൽ. എഴുത്തും വായന അറിയാതെ അക്ഷരങ്ങൾ തപ്പിപ്പറക്കുകയാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. ഈത്ത എന്തോ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഫ്രെയിമിനുള്ള ക്യാപ്ഷനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാണുന്നത് ഈ കടയിലെ ചേട്ടനല്ല, നമ്മളുടെ കൂടെ വന്ന ഇക്കയാണ്. ഇക്ക എന്തൊക്കെയോ വാങ്ങിയങ്ങൾ കാണിക്കുന്നുണ്ട്. ഈക്കയും കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രശംസാപത്രം തയ്യാറാക്കുകയാണ് ഇവർ. ഇവരുടെ കൂട്ടത്തിലെ ബാക്കി അംഗങ്ങളെ കാണുന്നില്ല. പാതിരാത്രിയിലും കട തുറപ്പിച്ച് ഈ ചീക്കാമാർ കൂട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഗൈഡുമുണ്ട്. ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്കുമായി ചേട്ടൻ കഞ്ഞി കുടിക്കാതെ പോലും ഇരിക്കുകയാണ്. മണിക്കൂറുകളത്തെ പ്രയാണത്തിന് ശേഷം ഇക്കക്ക് ഫോട്ടോ ഫ്രെയിം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇത് നാളെ വിതരണം ചെയ്യേണ്ട പ്രശംസാപത്രമാണ് എന്ന് തോന്നുന്നു. തൊപ്പി വെച്ച് ഇക്ക പ്രശംസാപത്രം കൈമാറിയ ചേട്ടനെ ഷൈക്കാൻ്റെ കൊടുത്ത് മടങ്ങുകയാണ്. പർച്ചേസിങ് കഴിഞ്ഞ് ഇക്ക വെള്ളം വരെയും കുടിച്ചുപോയി. ഈ തയ്യന്തോ കുത്തിക്കുറുക്കുകയാണ്. എന്താണെന്നറിയില്ല. കോപ്പി അടിച്ചിടുന്ന രീതിയിൽ മറ്റേ ഇത്ത പേപ്പർ വാങ്ങിക്കുന്നുണ്ട്. ഇത് ഫ്രീക്കനിക്ക ഏതാണെന്നറിയില്ല. ഇദ്ദേഹം മുടികൾ നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത്തയും കുട്ടിയും എന്തൊക്കെയോ തിരയുന്നു. ഇത് ഈ വീട്ടിലെ പുതിയ അംഗമാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന കുപ്പികൾ കച്ചവടത്തിന് വെച്ചിരിക്കുകയല്ല, നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള കുപ്പികളാണ്. ഇത് കുട്ടികൾ കൊടുക്കുന്നതിനുള്ള മഞ്ചാണെന്ന് തോന്നുന്നു. കുട്ടികളെ ഇങ്ങനെ കൊടുത്ത് പറ്റിക്കാമെന്നാണ് ഈ ഇക്ക പറയുന്നത്. കൂട്ടത്തിൽ ഈ വീടിൻ്റെ പേരുമുണ്ട്. രാത്രിയിലെ പർച്ചേസിന് ശേഷം ഈ കൂട്ടുകുടുംബങ്ങൾ ഇവരെ പരമ്പരാഗത ഭക്ഷണമായ ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുകയാണ്. ഇത് ഈ വീട്ടിലെ കുഞ്ഞു കുട്ടികളാണെന്ന് തോന്നുന്നു. ഈ വീട്ടിലെ മുതിർന്ന കാരണവർ എന്തോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് അറിഞ്ഞത് ഇദ്ദേഹം മൈക്ക് ചെക്ക് ചെയ്യുകയാണെന്ന്. പുറയിലെ ഇത്ത കൈകൂപ്പിക്കുന്നുണ്ട്. അല്ല, അത് മൊബൈൽ നോക്കുകയാണെന്ന് പിന്നീട് മനസ്സിലായി. തൊപ്പിക്കാനിക്കയും എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. കൂട്ടത്തിൽ കസേരയുടെ മുകളിലേക്ക് നിൽക്ക എന്തോ കേട്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയില്ല. കയ്യിൽ ബുക്കെല്ലാം ഇദ്ദേഹം എന്തോ പഠിക്കുകയാണ്. തൊപ്പിക്കാനിക്കയും കൂട്ടരെയും കാണുന്നതിനായി വിരുന്നുകാർ കുടുംബത്തിലേക്ക് കയറി വരുന്നുണ്ട്.
ഈ പയ്യൻ ഡാൻസറാണെന്ന് തോന്നുന്നു. സൂംബ സ്റ്റെപ്പുകൾ ഇദ്ദേഹം ഇടുന്നുണ്ട്. ഇവർ നാളത്തെ വാർഷിക പരിപാടിയുടെ ചർച്ചയിലാണ്. ഇത്ത എന്തോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഗൈഡും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഗൈഡ് ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണെന്ന് പിന്നീട് മനസ്സിലായി. ശ്രീകൻ ചേട്ടൻ എന്തോ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. എല്ലാവരും വീണ്ടും എന്തോ ചർച്ചയിലാണ്. ഈ ഇത്ത എന്തോ എഴുതുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഇക്കയും ഇത്തയും ആദിത്യമര്യാദയുടെ പേരിൽ കൈ ചൂണ്ടിക്കാണിച്ചു. വെള്ളം വേണോ എന്ന് ചോദിച്ചിട്ടും ഈ ഇത്തയും വരുന്നുണ്ട്. ഈ ഇത്തക്ക് നാണം വരുന്നു. രാത്രി 12 മണിക്ക് പഴംപൊരിയും കട്ടൻ ചേർന്ന് ഈ വീട്ടമ്മ നമുക്ക് ആദിത്യമര്യാദ നൽകുകയാണ്. ഇത് ഈ വീട്ടിലെ കുട്ടിക്കുറുമ്പികളാണ്. ഇവർ എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് ഈ വീട്ടിലെ പുതിയ അതിഥിയാണ്.